പണവും പാരിതോഷികങ്ങളും ലഹരി വസ്തുക്കളുടെ വരവും തടയുന്നതിനായി അതിർത്തികളിൽ സംയുക്ത പരിശോധന ശക്തമാക്കി കേരളം. ചെക്ക് പോസ്റ്റുകളിൽ പോലീസ്, എക്സൈസ്, വനം വകുപ്പ്, മൃഗസംരക്ഷണ വകുപ്പ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന. കേരള തമിഴ്നാട് അതിർത്തിയിലെ വനപാതകളിലും പരിശോധന കർശനമാക്കും. ഇലക്ഷനെ മുൻനിർത്തി സ്പെഷ്യൽ ഡ്രൈവിനും നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന്റെ ഭാഗമായി സംസ്ഥാന അതിർത്തി പങ്കിടുന്ന ചെക്ക് പോസ്റ്റുകളിലും പരിശോധന കടുപ്പിച്ചിരിക്കുകയാണ്. വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചാണ് പരിശോധന. വനം, പോലീസ്, എക്സൈസ്, മൃഗസംരക്ഷണം എന്നീ വകുപ്പുകളുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തുന്നത്. ഇടുക്കി ജില്ലയിൽ തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന കുമളി, കമ്പംമെട്ട്, ബോഡിമെട്ട്, ചിന്നാർ എന്നീ ചെക്ക് പോസ്റ്റുകളിലാണ് പരിശോധന കർശനമാക്കിയിരിക്കുന്നത്. എല്ലാ ബോർഡറിലും ഇതുപോലെ ബോർഡർ സീലിംഗ് നടത്താറുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഇവിടെയും നടത്തുന്നതാണ്. നമ്മൾ ഇന്റർ ഡിസ്ട്രിക്റ്റിന് വരുന്നു, അന്യ സംസ്ഥാനത്ത് വരുന്നു, എല്ലാം നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട്. രാവിലെക്കോളം ചെക്കിംഗ് ഉണ്ട്. സംയുക്ത പരിശോധനയാലും നമ്മൾ പോലീസിന്റെ ഉണ്ട്, ഒരു മറ്റേ നേരത്തെ ഇവിടെ ഉള്ളതാണ്. പോലീസിന്റെ പ്രത്യേക പരിശോധനയുണ്ട്. മുമ്പും തിരഞ്ഞെടുപ്പ് കാലത്ത് തമിഴ്നാട്ടിൽ നിന്നും പണവും പാരിതോഷികങ്ങളുമായി വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകൾ എത്തിയിരുന്നു. ഇത്തവണ ഇത്തരം സാഹചര്യങ്ങളെ മുൻകൂട്ടി തടയുന്നതിനും ഒപ്പം ലഹരി കടത്ത് നിയന്ത്രിക്കുന്നതിനും വേണ്ടിയാണ് കേരളം അതിർത്തികളിൽ പരിശോധന കർശനമാക്കിയത്. തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ സംയുക്ത പരിശോധന തുടരും. ചെക്ക് പോസ്റ്റുകളിൽ മാത്രമല്ല, അതിർത്തി വനമേഖലയിലെ കാട്ടുപാതകളിലൂടെയും വനം, പോലീസ്, എക്സൈസ് എന്നീ വകുപ്പുകളുടെ സംയുക്ത പരിശോധന വരും ദിവസങ്ങളിൽ തുടരും. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.